ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മസ്തി വിത്ത് മസ്താനി ഷാനവാസിക്കയുടെ ഇൻ്റർവ്യൂ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിലെനിക്ക് ക്യാച്ചിങ് ആയിട്ടുള്ളൊരു കാര്യം ഷാനവാസിക്ക പറഞ്ഞത്, എന്തുകൊണ്ട് ഷാനവാസിക്ക എപ്പിസോഡ് കണ്ടില്ല എന്നുള്ളൊരു കാര്യം ഷാനവാസിക്ക മെയിലതി പറയുന്നുണ്ട്. ഓൾറെഡി നേരത്തെ ഇതിനുള്ള റീസണൊക്കെ ഷാനവാസിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഷാനവാസിക്ക പറഞ്ഞ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. ബിക്കോസ് ഷാനവാസിക്ക പലരെയും, അതായത് ആരെയൊക്കെയാണ് നമുക്കറിയാം, ഓരോരുത്തരുടെ സ്ഥാനം ഷാനവാസിക കൊടുത്തിട്ടുണ്ടായിരുന്നു. മെയിൻലി ആദില നൂറയ്ക്കൊക്കെ ഒരുപാട് സ്ഥാനങ്ങൾ ഷാനവാസിക മെയിൻലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം ആ ഒരു സ്ഥാനം മാറിപ്പോകരുത് എന്ന് വെച്ചാൽ അവരുടെ ആ സ്ഥാനം അവിടെ തന്നെ ഇരുന്നോട്ടെ, മനസ്സിൽ ആ ഒരു കോണിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇനി അങ്ങ് ഒരു സ്ഥാനം മാറിപ്പോകരുത്. അതേപോലെ തന്നെ പലരും ഷാനവാസികയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പലതും കേട്ടപ്പോൾ ഷാനവാസിക വളരെ സങ്കടം തോന്നിയെന്ന് ഷാനവാസിക പറയുന്നുണ്ട്. കുറേയൊക്കെ ആദ്യം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് കൂട്ടിയെങ്കിലും ആ പിള്ളേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരു സംഭവം ഷാനവാസിക എപ്പോഴും പറയുന്നുണ്ട്. ആ പിള്ളേരെ ഷാനവാസിക മെയിൻലി പറയുന്നത്. അപ്പോൾ അത്ര അറ്റാച്ച്മെൻ്റ് ആയിട്ട് അത്രയും ഇമോഷണൽ കണക്ഷൻസ് ആദില നൂറുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിക. അപ്പോൾ ആ പിള്ളേരെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു തരത്തിൽ എപ്പിസോഡ് കാണുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അവരുടെ ആ ഒരു സ്ഥാനം പോകാതിരിക്കാൻ വേണ്ടിയാണ് ഷാനവാസിക എപ്പിസോഡ് കാണാത്തതെന്നാണ് പറയുന്നത്. ഓൾസോ മസ്താനി പറഞ്ഞൊരു കാര്യമുണ്ട്. മസ്താനിയുടെ റീ എൻട്രി സമയത്ത് മസ്താനി ഒരുപാട് പേടിച്ചാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത്. അവിടെ എല്ലാ ഹൗസ് മേറ്റ്സും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. മസ്താനിയോട് സംസാരിക്കാൻ അവിടെ ആരുമില്ല. അപ്പോഴാണ് അത് ബിഗ് ബോസ് ഒരിക്കലും പുറത്ത് വിട്ടിട്ടില്ല. അവർ 1 അവറോളം ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈവൻ ലൈവിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. അവരിപ്പോഴാണ് പറയുന്നത് 1 മണിക്കൂറോളം അവരിരുന്ന് സംസാരിച്ച കാര്യങ്ങളൊന്നും തന്നെ ബി പബ്ലിഷ് ചെയ്തിട്ടുമില്ല, ലൈവിൽ പോലും കാണിച്ചിട്ടില്ല. അത് സത്യം പറഞ്ഞൊരു വിഷമമായി മാറി. അത് മസ്താനി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഷാനവാസിക്ക വിളിച്ച് വരുത്തി സംസാരിക്കുന്നു, ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഷാനവാസിക്ക മസ്താനിയുമായിട്ട് ഭയങ്കരമായിട്ടും വഴക്ക് പിടിച്ചൊരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ഷാനവാസിക്ക ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും ഷാനവാസിക്ക പറഞ്ഞത് ഷാനവാസിക്ക മസ്താനിയുടെ ഗെയിമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു നെഗറ്റീവ് പ്രൊവോക്കിംഗ് രീതി ആണ്, ട്രിഗറിങ് കാര്യങ്ങളൊക്കെ അതൊരു ഗെയിമായിട്ട് മാത്രമേ ഷാനവാസിക്ക കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒന്നും തന്നെ പുറത്ത് ബിബി വിട്ടിട്ടില്ല. അതുതന്നെയാണ് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞത്, ബിബിക്ക് എന്താണ് ആവശ്യം അത് മാത്രമേ ബിബി പുറത്തു വിടത്തുള്ളൂ. അതായത് ആരെ നെഗറ്റീവ് ആക്കണം, ആരെ പോസിറ്റീവ് ആക്കണം, ആരെ ഹീറോ ആക്കണം, ആരെ വില്ലനാക്കണം എന്നുള്ളതെല്ലാം ബേബിക്ക് തോന്നുന്ന മാത്രമേ ബേബി പുറത്തു വിടത്തുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും ബേബി പുറത്തു വിടത്തില്ല. അതിപ്പം ഈ 1 അവർ ഇവർ സംസാരിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നത് തന്നെ ഇപ്പോഴും ആ ഒരു ഇൻ്റർവ്യൂവിലാണ്. മസ്താനിയും ഷാനവാസിക്കും 1 അവറോളം സംസാരിച്ചു എന്നുള്ളത് അത് നമ്മൾ കണ്ടില്ല. നമ്മൾ കണ്ടൊരു ഭാഗം എന്ന് പറഞ്ഞാൽ മസ്താനിയും ഷാനവാസിക്കയും ഇരിക്കുമ്പോൾ ആര്യൻ വന്ന് ഈ ഒരു ഡയലോഗ് പറയുന്നതായിരുന്നു. ഈവൻ പ്രൊമോയിൽ പോലും അത് ഹൈലൈറ്റ് ആയി കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മസ്താനിയുമായിട്ട് സംസാരിച്ചത് പ്രൊമോയിലോ അല്ലെങ്കിൽ എപ്പിസോഡിലോ അല്ലെങ്കിൽ ലൈവിൽ പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തമ്മിലൊരു ബോണ്ടിങ് ഒന്നും തന്നെ അതിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഷാനവാസിക പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സംസാരിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ തേടി എത്തുമായിരുന്നു എന്നുള്ളത് ഷാനവാസിക പറയുന്നുണ്ട്. സോ പിന്നെ സീക്രട്ട് ടാസ്കിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആദ്യമായിട്ട് പിണങ്ങിയിരുന്ന ടൈമിലാണ് ഷാനവാസിക സീക്രട്ട് ടാസ്ക് ചെയ്തതും. പിന്നീട് അത്രയും സീക്രട്ട് ടാസ്കിൻ്റെ ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോൾ അവർ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഷാനവാസികയുടെ കണ്ണിൽ നിന്ന് ഗുടുഗുടാന്ന് വരുന്നുണ്ട് വെള്ളം. അപ്പം ആ ഒരു ടൈമിൽ ഷാനവാസികയുടെ കൺട്രോൾ പോയെന്ന് ഷാനവാസിക പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസികയ്ക്ക് എന്താ പറയുക, ആ ഒരു പിള്ളേരോട്, അതായത് ആദില നൂറ പറയുന്ന ആൾക്കാരോടൊക്കെ സത്യമായിട്ടും ഇമോഷണലി ഒരു കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്, ഇമോഷണൽ കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ പക്ഷെ അവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഒരുപക്ഷെ ഷാനവാസിക്ക് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഷാനവാസിക്ക് ഒത്തിരി അറ്റാച്ച്ഡ് ആവാത്തത്. അതുപോലെ തന്നെ ആ ഒരു പിള്ളേരോട്, അതായത് ആദില നൂറ എന്ന് പറയുന്നവരോട് ഷാനവാസിക്ക് ഇപ്പം സ്നേഹം മാത്രമേ ഉള്ളൂ. അതുവരെ ചിലപ്പം ആ ഒരു ടൈമിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കത്തില്ല. നമ്മൾ കണ്ടതാണ് ലൈവിൽ. ആ ഒരു ടൈമിൽ അവർ മനസ്സിലായി കാണത്തില്ല. ഇനി അവർ മനസ്സിലാക്കും, അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അവർ ലൈക്ക് അടിച്ചു എന്നുള്ളൊരു വീഡിയോ കമൻറ്റിൽ. അതിനുശേഷം ആ കമൻറ്റ് കാണുന്നില്ല. അതെൻ്റെ കുഴപ്പം കൊണ്ടല്ല. ആ കമൻറ്റ് ഓൾറെഡി ഞാനത് പിൻ ചെയ്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ കമൻറ്റ് ഡിലീറ്റ് ആക്കിയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. അവർ കമൻറ്റ് ഡിലീറ്റ് ആക്കിയത് ചിലപ്പം ഷാനവാസിക്കായിട്ടുള്ളൊരു വേണ്ടായിരുന്നു, ആ ഒരു കമൻറ്റിൽ ലൈക്ക് അടിക്കേണ്ടായിരുന്നു വിചാരിച്ചിട്ടായിരിക്കും അവർ കമൻറ്റ് ഡിലീറ്റ് ആക്കിയത്. ഞാൻ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് എന്ന് പറയുന്നത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് പറയാനുള്ള വീഡിയോ, അല്ലാതെ അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ കാണും, അവരെന്തിനാണ് പബ്ലിക്കലി അത് ലൈക്ക് അടിച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ റിയാക്ട് ചെയ്തത്, അതല്ലേ ഞാൻ കോണ്ടൻ്റ് ആക്കി എടുത്തത്. അവർ പബ്ലിക്കലി റിയാക്ട് ചെയ്തൊരു നെഗറ്റീവ്
ഷാനവാസിക്കനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ് ലൈക്ക് അടിച്ചത് കൊണ്ടാണ് ഞാൻ അത് കോണ്ടന്റ് ആക്കിയത്. അല്ലാതെ അവരുടെ പുറകിന് പോയി അങ്ങനെ ഒരുപാട് കൊമൻറ്റ്സ് ഞാൻ കണ്ടു. അപ്പോൾ എന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങൾ, ബിക്കോസ് അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അവരുടെ കമൻറ്റ് ഡിലീറ്റ് ആക്കി പോയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. സോ അതൊന്നും ഞാൻ ജസ്റ്റ് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഷാനവാസിക്ക് ഇപ്പോഴും ആ പിള്ളേരെ ഇഷ്ടമാണ്, ഇമോഷണലി കണക്ഷൻസ് ഉണ്ട്. ഇപ്പോഴും പെങ്ങന്മാരായിട്ടുള്ളത് എന്നെ കൂടെ തന്നെ എന്നും കാണുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.